അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സമൂസ ഉണ്ടാക്കാൻ പോകുന്നു. ഈസി ആയിട്ട് നല്ലൊരു അടിപൊളി സമൂസ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു 5-6 ഉരുളക്കിഴങ്ങ് എടുക്കുക, പുഴുങ്ങിയെടുക്കാൻ നോക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മളൊരു 5-6 വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു 3 ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇതും ചെറുതാക്കി അരിഞ്ഞ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് നമ്മളിവിടെ കോഴി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കുക്കറിൽ കൂക്കി കോഴി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലേക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു മീഡിയം വാടി വരുമ്പോൾ മാത്രം നമുക്ക് ഇളക്കൽ നിർത്തിയാൽ മതി. ഓക്കെ, ഇത് നല്ലതുപോലെ വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ്, നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത ക്യാരറ്റ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് അതും നല്ലതുപോലെ ഉള്ളി എങ്ങനെ വാടണം അതുപോലെ തന്നെ നമ്മളുടെ ക്യാരറ്റും വാടണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൈകൊണ്ട് പൊടിച്ചെടുത്തത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇതുകൂടി ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ കറിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ് അത് ചെറുതാക്കി കട്ട് ചെയ്തത് അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ മസാല ഒരു ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഗരം മസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഒരു ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതും ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സായി വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കിതിലേക്ക് മിക്സിയിൽ അരച്ചെടുത്ത ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും നമ്മളുടെ ചിക്കന് എത്തുന്ന കോലത്തിൽ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് എടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒട്ടിക്കാനുള്ള പശ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അല്പം മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം പാരുക. എന്നിട്ട് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഓല ഇതുപോലെ എടുത്ത് ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക്. എന്നിട്ട് ഇതുപോലെ ലാസ്റ്റ് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ എല്ലാ കോണിലും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പശ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലതും ഉണ്ടാക്കിയെടുക്കണം. എല്ലതുമായി വന്നതിന് ശേഷം നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മളുടെ സമൂസ ഓരോന്നായി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം മഞ്ഞക്കാൻ നിൽക്കരുത്. ഒരു മീഡിയം കളറാകുമ്പോൾ തന്നെ കോരിയെടുക്കാൻ നോക്കുക. ഇതുപോലെ നമുക്ക് എല്ലാം പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ, ആർക്കും ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരണം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.